നെയിൽ ആർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഓക്കെ, സോ ആഫ്റ്റർ കെയർ വന്നിട്ട് ഫസ്റ്റ് നമ്മളിപ്പോൾ ഒരു ലൈറ്റ് ടോൺ കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. സട്ടിൽ ഷെയ്ഡ്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മളുടെ ഇവിടുത്തെ ഫുഡിൻ്റെ അറിയാലോ ഹാബിറ്റ്സ്, അപ്പോൾ കൂടുതൽ മസാലാസ് ഉള്ളതായതുകൊണ്ട് നമ്മൾ സ്റ്റെയിൻ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ പ്രോപ്പറായിട്ട് റിമൂവർ വെച്ചിട്ട് റിമൂവ് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ നെയിൽസിൻ്റെ കളേഴ്സ് പോവില്ല, ഇത് സ്റ്റെയിൻ പ്രൂഫാണ്. സോ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ദെൻ വന്നിട്ട് നമ്മൾ ഈ ഹാർഡായിട്ടുള്ള, അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒരു ടേബിൾ അത് നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൈ വെച്ചിട്ട് നമ്മളുടെ നെയിൽസ് യൂസ് ചെയ്യാതിരിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ അതിന് വേറെ ആഫ്റ്റർ കെയർസ് ഒരുപാട് ഇല്ല. പിന്നെ നമ്മൾ ഒരുപാട് ഹൗസ് കോഴ്സ് ചെയ്യുന്ന ആളാണെങ്കിൽ ഈ ചില ടൈമിൽ ചിലർക്ക് വിം അങ്ങനത്തെ ഡിറ്റർജൻസ് അങ്ങനെയുള്ളത് അലർജിക്ക് ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് ഡ്യൂറബിലിറ്റി കുറയ്ക്കും. സോ ഞാൻ ഓൾവേസ് പ്രിഫർ ചെയ്യാറുണ്ട് നമ്മളൊരു ഗ്ലൗസ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് പ്രിഫർ ചെയ്യാറുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾക്കുള്ളത് നെയിൽസ് ഇതുപോലെ തന്നെ നെയിൽസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പ്രശ്നമുള്ളത് ശ്രദ്ധിക്കാതെ എവിടെയെങ്കിലും ഇടിക്കുന്നത്. അതായത് നമ്മൾ വളരെ എന്താ പറയുക, നമ്മൾ ഒട്ടും കെയർഫുൾ അല്ലാതെ കെയർലെസ് ആയിട്ട് നമ്മൾ എവിടെയെങ്കിലും ഇടിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർ ഭയങ്കര അങ്ങനെ കെയർലെസ് ആകും. അപ്പോൾ ഇത് ഇരുന്ന് തട്ടിയിട്ട് അകത്ത് നെയിൽസും ബ്രേക്ക് ആവും. അത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ. അപ്പോൾ എല്ലാവരും എന്നില്ല, ചിലർ ശ്രദ്ധിക്കാതെ അങ്ങനെ ചെയ്യാറുണ്ട്. ക്ലംസി ആയിട്ട് ചിലർ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ കൂടുതലും കാലിന് എക്സ്റ്റൻഷൻ ചെയ്യുന്നവർക്കാണ് ആ ഒരു ക്ലംസിനെസ് ഞാൻ ഫീൽ ചെയ്തിട്ടുള്ളത്, എവിടെയെങ്കിലും ഇടിച്ചിട്ട് അങ്ങനെ ബ്രേക്ക് ആവുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. ആൻഡ് മോർ ദാൻ എൻ്റെ ഒരു പേഴ്സണൽ പ്രിഫറൻസിൽ നെയിൽസിൽ എത്രത്തോളം ലെങ്ത് കുറച്ച് വെക്കുന്നോ അത്രത്തോളം ഡ്യൂറബിലിറ്റി കൂടും. അങ്ങനെയാണ്. ഇപ്പം നമ്മളൊരു നെയിൽ ആർട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അത് ഫ്രം ദ ബിഗിനിങ് ടു എൻഡ്, അത് ആ പ്രോസസ്സിനെ കുറിച്ചിട്ടൊന്ന് നമ്മളോട് പറയാമോ? ഷുവർ. അപ്പോൾ നമ്മളിപ്പോൾ നെയിൽസ് പ്രിപ്പറേഷൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ഒരു ക്ലീനിങ് പ്രോസസ്സ് ആദ്യമുണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നെയിൽസ് ഏതാണോ വെക്കുന്നത്, അതിപ്പോൾ നമ്മൾ ബിൽഡർ ആണെങ്കിലും അക്രിലിക് ആണെങ്കിലും ഗംജൽ ആണെങ്കിലും ഓരോന്നിനും ഓരോ ടെക്നിക്സുകളാണ്. അത് നമ്മൾ ആദ്യം നെയിൽസിൻ്റെ ബഡ്സ് ക്ലീൻ ചെയ്ത് പ്രിപ്പറേഷൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ അടുത്ത പ്രൊസീജിയർ, സെക്കൻഡ് പ്രൊസീജിയറിലോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ എന്താണോ പ്രോഡക്റ്റ് വെക്കാനുള്ളത് അതിന് നെയിൽ ബഡ്സിലേക്ക് നെയിൽസ് ഏതർ നമ്മളൊരു എക്സ്റ്റേണൽ നെയിൽ പ്രിപ്പയർ ചെയ്ത് വെക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പേപ്പർ ഫോം ആണെങ്കിൽ പേപ്പർ ഫോം ഫിക്സ് ചെയ്യുക, എന്നിട്ട് നെയിൽ ബിൽഡ് ചെയ്തെടുക്കുക. നെയിൽസിൻ്റെ പൗഡർ ആണെങ്കിൽ അങ്ങനെ ഏത് മീഡിയം ആണോ അത് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുക. ദെൻ അത് മെർജ് ചെയ്തിട്ട് ഫയലിംഗ് ചെയ്യുക. ദെൻ ലാസ്റ്റായിട്ട് നമ്മൾ കളർ ഇട്ടിട്ട് ടോപ്പ് കോട്ട് ഇട്ട് ക്യൂട്ടിക്കൽ ഓയിൽ ചെയ്യുക. ഇതാണ് പ്രൊസീജിയേഴ്സ് യൂഷ്വലി വരുന്നത്. ഇപ്പോൾ നമുക്കറിയാം ചെയ്യണ സമയത്ത് ക്ലയൻസ് ഓരോരോ ഡിമാൻഡ് പറയാം, അങ്ങനെ ഇങ്ങനെ. അപ്പോൾ അതൊക്കെ മാം എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? അത് ചില ക്ലയൻസ് ഭയങ്കര ഡിമാൻഡഡ് ആയിരിക്കും, ചിലർ ദർ ഓക്കെ വിത്ത് ഇറ്റ്. കാരണം ഞാനുമായിട്ട് ഇപ്പോൾ ഒരുപാട് പരിചയമുള്ള, നമ്മൾക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ള അങ്ങനെയുള്ള ക്ലയൻസും ചിലർ ആദ്യമായിട്ട് വരുന്നവർക്ക് ഐ ഹാവ് നോ ഐഡിയ അബൌട്ട് ദിസ്, എന്നാൽ പോലും ചേച്ചി നിങ്ങൾക്ക് വിട്ട് തന്നിരിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യുമെന്ന് പറഞ്ഞ് നമ്മുടെ സ്റ്റാഫിന് കൊടുക്കുന്നത്, അവർക്ക് ആ ഒരു ഫ്രീഡം കൊടുക്കാറുണ്ട്. ചില ആൾക്കാർ വളരെ ഡിമാൻഡൊക്കെ ആയിരിക്കും, ലൈക്ക് ഒരു 50-60 കളർ ചേഞ്ച് ചെയ്യുന്ന അങ്ങനെയുള്ളവരുണ്ട്. അങ്ങനെയുള്ളവർക്കും നമ്മൾക്ക് ആദ്യത്തെ ഒരു നമ്മൾ വരുന്ന ടൈമിൽ അപ്പോയിൻമെൻറ്റിൻ്റെ സമയത്ത് നമുക്ക് അറിയുമല്ലോ എങ്ങനെയായിരിക്കും ദേ ആർ ടു ഡിമാൻഡിങ് എന്നുള്ളത്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യും. സോ ഡിമാൻഡിങ് ഉള്ളവരുണ്ട്. ആ സമയത്ത് നമ്മൾ അവരോട് അവർ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് നമ്മൾ ചില സമയത്ത് ഒരാൾ മാത്രമല്ല 2 പേര് അടുത്ത് നിന്ന് പ്രിപ്പയർ ചെയ്തല്ലെങ്കിൽ ഇത് എടുത്ത് കൊടുക്കേണ്ട ടൈമും വന്നിട്ടുണ്ട്. അങ്ങനെയാണ്. ഓക്കെ മാം, ഇപ്പോൾ നമുക്കറിയാം നമ്മൾ നെയിൽ ആർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ക്രിയേറ്റീവ് ബ്ലോക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അത് അപ്പോൾ അതെങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുക? ക്രിയേറ്റീവ് ബ്ലോക്ക് എനിക്ക് തോന്നുന്നു കൂടുതലും മെൻ്റൽ സ്ട്രെസ് കൊണ്ടുണ്ടാവുന്നത്. ലൈക്ക് നമ്മളിപ്പോൾ ഒരു സിറ്റുവേഷൻ, ഇപ്പോൾ ചില സമയത്ത് ഇപ്പം ഞാൻ എല്ലാ എൻറ്റർപ്രണേഴ്സിനും പറയുന്നത്, ഞാനിപ്പം ഒരു ബിഗിനറാണ്, ഓക്കെ, ഇത്ര ഇയേഴ്സിൽ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളൊരു 1.5 ഇയർ ആയിട്ടേ ഉള്ളൂ പ്രോപ്പറായിട്ട് നമ്മളൊരു സ്റ്റുഡിയോ ബേസ്ഡ് ഇത്രയും പേര് നമ്മൾ കൊണ്ടുവന്നു. അപ്പം ഇപ്പോൾ നമുക്കൊരു ദിവസം ഇപ്പം അല്ലെങ്കിൽ കുറച്ച് ടൈമിൽ ചില സീസൺസ് ഉണ്ട് ഞങ്ങൾക്ക് വളരെ ഡൗൺ ആയിരിക്കും. ലൈക്ക് ഫെബ്രുവരി മാർച്ചൊക്കെ വളരെ ഡൾ സീസണാണ്. അപ്പം ഈ സീസൺസിൽ നമ്മൾ ഈ 12 പേർക്കുള്ള സാലറി ഇതൊക്കെ നമ്മളെ ഭയങ്കര കൺസേൺ ആക്കുന്ന ഒരു കാര്യമാണ്. സോ ആസ് ഫാർ നമുക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഇതുവരെ ഉണ്ടായിട്ടില്ല, പക്ഷേ പറയുന്നത് കേൾക്കാം. അപ്പോൾ
ആ ഒരു അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇപ്പം നമുക്ക് സാധാരണ ജനറേറ്റ് ആവുന്ന നമ്മുടെ ഒരു ഇൻകം ഉണ്ടല്ലോ, ആ ഇൻകത്തിൻ്റെ ഹാഫ് ആവുന്ന ടൈമിൽ വി ബിക്കം വെരി അണ്ടർ വെരി സ്ട്രെസ്. ലൈക്ക് ഇത് നമ്മൾക്ക് ഇതിന്ന് ഈ മന്ത് ലാഭമില്ല, അടുത്ത മന്ത് ഇനി ഇങ്ങനെ അങ്ങനത്തെ ഒക്കെ ഒരു ടെൻഷൻ ഉണ്ടാവും. സോ ഈ ടൈമിലൊക്കെ എനിക്ക് ക്രിയേറ്റീവ് ബ്ലോക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാവാറുണ്ട്. ലൈക്ക് നമ്മൾ എന്താ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് പോകാനോ അല്ലെങ്കിൽ ഒരു പുതിയതായിട്ടൊരു കാര്യത്തിനേക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ അങ്ങനെ അതൊരു ലേറ്റർ പിന്നീട് അത് ആ ഒരു സീസൺസ് വരുമ്പോൾ പിന്നീട് അതങ്ങനെ റെഡി ആയിക്കോളും. ലൈക്ക് അങ്ങനെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് പോകും. ഈ ക്രിയേറ്റീവ് ബ്ലോക്ക് എല്ലാ കാര്യത്തിലും എല്ലാ കാലത്തും എനിക്ക് ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. സോ ഇപ്പം സ്റ്റാഫിനാവട്ടെ ദെയർ മെൻ്റൽ ഹെൽത്ത് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഐ ബിലീവ് ദിസ് ലൈക്ക് ഇപ്പം ഞാൻ എന്നെ കാണുന്ന പോലെ തന്നെയാണ് അവരെ കാണുന്നത്. കാരണം ഞാൻ എനിക്കിപ്പോൾ ഒരു മെൻ്റലി ഒരു ചെറിയ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആണ് എങ്കിൽ ഐ കാൺ വർക്ക് പ്രോപ്പർലി, ഹാപ്പി അല്ലാതെ വർക്ക് ചെയ്യേണ്ടി വരും. സോ എത്ര ക്ലയൻസ് ഡിമാൻഡ് ചെയ്താലും ഐ കാൺ ഗീവ് മൈ 50% ടു ദ ക്ലയൻസ്. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെയ്യുന്ന ആളുടെ മെൻ്റൽ ഹെൽത്ത്, അവർ ചെയ്യുന്ന അവരുടെ സിറ്റുവേഷൻസ്, മേ ബി ഇവരും ഒരുപാട് ചിലപ്പോൾ ഫാമിലി ഇഷ്യൂസ് അങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ കൂടെ കടന്നു വരയ്ക്കും. സോ ഞാൻ പറഞ്ഞില്ല, ഞങ്ങളൊരു ഗ്രൂപ്പായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. വി ആർ നോട്ട് വർക്കിംഗ് ലൈക്ക് എന്താ ബോസ് അങ്ങനത്തെ ഒരു ഇതില്ല. നമ്മളവിടെ അങ്ങനെ അത്രയും ഫ്രണ്ട്ലി ഒരു അറ്റ്മോസ്ഫിയർ. സോ ഇപ്പോൾ നമ്മൾക്ക് അവിടെ ഒരാൾക്കൊരു പ്രശ്നം വന്നാൽ വി സപ്പോർട്ട് ഈച്ച് അതർ. അപ്പോൾ ഒരുപാട് മോശം സിറ്റുവേഷൻസ് ഉള്ള ടൈമൊക്കെ ആകുമ്പോഴും കുട്ടികൾ വന്നിട്ട് പേഴ്സണലി ദേ ഓപ്പൺ അപ്പ് തിങ്സ്. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്നത് മാക്സിമം നമ്മൾ സോൾവ് ചെയ്യും. ദെൻ ഇനി ഇൻ കേസ് അവർ തമ്മിൽ അങ്ങനെ ഫൈറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നവർ അങ്ങനെ നല്ലൊരു ഗ്രൂപ്പായിട്ട് അവർ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഇനി ഇൻ കേസ് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, മാം എനിക്ക് ഇന്നിങ്ങനെ വേണം എന്ന് പറഞ്ഞാലും വി മാക്സിമം ലൈക്ക് സപ്പോർട്ട് ദം. ലൈക്ക് ഓക്കെ അവർക്കും അത് മനസ്സിലാവും. അപ്പം ഈ ഒരു എന്താ പറയുക, എല്ലാ ക്രിയേറ്റീവായിട്ടുള്ള ഫീൽഡിൽ ഈ ഒരു നമ്മുടെ വർക്കിംഗ് സ്പേസ് വളരെ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഘടകം. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്ലോക്ക് എല്ലാ കാലത്തും അവിടെ ഉണ്ടാവും, പ്രൊഡക്റ്റീവ് ആവാൻ നമുക്ക് പറ്റില്ല. ഇപ്പം മാമിൻ്റെ സ്റ്റാഫുകളൊക്കെ സ്ത്രീകൾ തന്നെയാണോ? അങ്ങനെയല്ല, ലൈക്ക് നമ്മൾ സ്ത്രീകൾ മാത്രമല്ല, നമ്മൾ ജെൻസുമുണ്ട്. അവരും ഞങ്ങൾ റിക്രൂട്ട് ചെയ്തിരിക്കുന്നതാണ്. ഒരു 80% ഓഫ് ദ എൻ്റെ വർക്കേഴ്സ് സ്റ്റാഫ് തന്നെയാണ്, സോറി ലേഡീസ് തന്നെയാണ്. ദെൻ ബാക്കിയുള്ളത് റിമൈനിങ് ജെൻസാണ്. അങ്ങനെയാണ്. ഇപ്പം നമ്മുടെ ഒരാളുടെ പേഴ്സണൽ സ്റ്റൈലിനെ എക്സ്പ്രസ് ചെയ്യാൻ ഈ നമ്മുടെ നെയിൽസ് എത്രത്തോളം എന്ത് റോളാണ് പ്ലേ ചെയ്യുന്നത്? സോ പേഴ്സണൽ അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഔട്ട്ഫിറ്റ്സിൻ്റെ കൂടെ ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് പോവുക, നമ്മളെ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള ഒരു പ്രൊഫഷണൽ സെറ്റ് ഓഫ് നെയിൽസ് ആയിരിക്കും നമ്മളത് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മളൊരു മാരേജിൻ്റെ അറ്റയറിന് ഇതൊക്കെ നമ്മൾ അതിൻ്റെ ആ ഒരു പർട്ടിക്കുലർ ടൈം അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ എന്ത് ഫങ്ഷനാണ് അതിനനുസരിച്ചുള്ളത് നമ്മൾ സെറ്റ്സ് ചൂസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അതിനൊരു ആ ഒരു ഇത് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ നമ്മളൊരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ നമ്മളൊരു എച്ച് ആർ പ്രൊഫഷനിൽ ഇരിക്കുന്ന ആളാണ്. അപ്പോൾ ആൾ ഒരുപാട് കളേഴ്സുള്ള അല്ലെങ്കിൽ ഒരുപാട് ഫങ്കി ആയിട്ടുള്ള കളേഴ്സ് ചെയ്താൽ ആ ഒരു അവരുടെ അത് ഒരു പ്രൊഫഷനെ നമ്മളുടെ അങ്ങനെയുള്ള കുറേ ക്ലയൻസ് വരാറുണ്ട്. അപ്പോൾ അവർ പറയുന്നൊരു കാര്യമാണ്, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയുക അറ്റൻഷൻ മാറും, അല്ലെങ്കിൽ അവർക്കൊരു പ്രൊഫഷണലിസം ഫീൽ ചെയ്യില്ല. അപ്പം ഓരോന്നിനും അനുസരിച്ച് നമ്മൾ ഓരോന്നിനും അതിനനുസരിച്ചുള്ള സ്യൂട്ടബിളായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്കത് കറക്റ്റായിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്നതും നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മളുടെ ആ ഒരു കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഇപ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നെയിൽസ് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തൊക്കെ ടിപ്സാണ് ഇത് അതേ പറഞ്ഞു, ഇതിനൊന്നും ഒരു കുറുക്ക് വഴിയൊന്നുമില്ല. ലൈക്ക് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് അത് മസ്റ്റാണ്. നമ്മൾ വെജീസ് ആണെങ്കിലും ഫുഡ്സ് ആണെങ്കിലും പ്രോപ്പറായിട്ട് കഴിക്കുക. നമ്മൾ ഒരു ക്ലീൻ ഫുഡ് എപ്പോഴും കഴിക്കുന്നതായിരിക്കും ബെറ്റർ. ലൈക്ക് എപ്പോഴും നമ്മൾ വിറ്റാമിൻസ്, കാൽസ്യംസ് ഇതെല്ലാം ഇതായിട്ടുള്ള ഇപ്പം ഈ ഡെഫിഷ്യൻസി ഉള്ളവരോട് ഞാനും പറയാറുണ്ട്, ലൈക്ക് നമ്മൾക്കൊരു പരിധി വരെ മെഡിസിൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. അത് ഫുഡിൽ കൂടെ തന്നെയാണ് ആദ്യം ഫസ്റ്റ് പ്രിഫറൻസ്. ദെൻ നമുക്ക് ഇപ്പോൾ ഞാൻ കണ്ടുവരുന്ന ഈ കൊളാജൻസ് ഒക്കെ ഉണ്ടല്ലോ, ഈ മെഡിസിൻസ് കിട്ടുന്നത് ക്യാപ്സ്യൂൾസ് ആയിട്ടുള്ളത്, അത് പ്രിഫറബിൾ. എനിക്കറിയില്ല, ഞാൻ ഇതിനെപ്പറ്റി ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിരുന്നതല്ല, പക്ഷെ ഞാൻ കണ്ട കാര്യങ്ങളാണ് ക്ലയൻസ് യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് പ്രോപ്പറായിട്ട്. നമ്മുടെ ഒരു സീനിയർ ആർട്ടിസ്റ്റ് യൂസ് ചെയ്തിട്ടും ആൾക്കും കൈക്കും ഹെയറിനും ഒക്കെ ഭയങ്കര നെയിൽസിന് നന്നായിട്ട് മാറ്റം ഞാൻ കണ്ടിട്ടുണ്ട് കൊളാജൻസ് യൂസ് ചെയ്തിട്ട്. ദെൻ വന്നിട്ട്
നമ്മൾ ഇതുപോലെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് പ്രിഫറബിളി ഇത് മെഡിസിൻസ് എടുക്കുന്നത്. ദെൻ വന്നിട്ട് ഇനിയുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ അത് പക്ഷേ ഒരു ലോങ് ടേമിൽ ചെയ്യണം. നമ്മൾ ക്യൂട്ടിക്കൽ ഓയിൽസ് ഒക്കെ അപ്ലൈ ചെയ്യുക പ്രോപ്പറായിട്ട്. ഇനിയിപ്പോൾ ക്യൂട്ടിക്കൽ ഓയിൽ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ കൂടുതലും കാസ്റ്റർ ഓയിൽസും വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂൾസും മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഇടാനും ഞാൻ പറയാറുണ്ട്. നൈറ്റ്സ് നമ്മൾ അത് ഇട്ട് കഴിഞ്ഞാൽ ഗ്രോത്ത് ഉണ്ടാവും. അതൊരു അൾട്ടിമേറ്റ് സൊല്യൂഷൻ അല്ല. ഒരുപാട് പേർക്ക് അതൊരു എന്താ പറയുക തെറ്റായ ധാരണയാണ് അത് ഇട്ടാൽ മാത്രമാണെന്ന്. ഈ ഫുഡും ഇതിന് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരു വെയിറ്റ് ലോസ് പോലെ തന്നെ ഇപ്പം പറയില്ലേ നമ്മൾ ജിമ്മും ഇതും ഒരുമിച്ച് കൊണ്ടുപോകണം, അതുപോലെ പറയുന്ന പോലെ തന്നെയാണ് ഇതും. അതായത് നമ്മൾ എടുക്കുന്ന ഫുഡിൻ്റെ കൺസെപ്ഷനും ഈ ഒരു ക്യൂട്ടിക്കൽ ഓയിലിൻ്റെയും കൂടെ ഉണ്ടെങ്കിൽ ഒരുപാട് മാറ്റം ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ മാം ഒരു നെയിൽ ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് എന്തെങ്കിലും ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഓഫ് കോഴ്സ് കോമ്പറ്റീഷൻ ഫീൽഡിൽ ചലഞ്ചസ് ഉണ്ടാവാറുണ്ട്. ലൈക്ക് കോമ്പറ്റീറ്റേഴ്സിൽ ഇടയിൽ ഇപ്പോൾ നമ്മൾ ഈ ചില സമയത്ത് എനിക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും എന്നല്ല, ചില പർട്ടിക്കുലർ ആൾക്കാർ ഭയങ്കര പെയിൻഫുള്ളായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ക്ലാസ്സസ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മളെ അൺഫോളോ ചെയ്ത് ബ്ലോക്ക് ചെയ്യുന്ന അങ്ങനത്തെ സിറ്റുവേഷൻസ്. ലൈക്ക് മേ ബി ദേ വെർ തിങ്കിങ് ഇനി നമ്മളൊരു ത്രെട്ടാണ്. അങ്ങനെ അത് എല്ലാവരും അല്ല കേട്ടോ, ഞാൻ വളരെ 1-2 പേര് മാത്രമാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഹേർട്ട്ഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഞാൻ വന്നിട്ട് ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ നമ്മൾ ഇതിൻ്റെ വാല്യൂ ഇടിക്കുന്നത്, അതായത് ഇപ്പോൾ പഠിച്ചിറങ്ങുന്നവർ ചില ടൈമിൽ വന്നിട്ട് ഈ ഇപ്പം മാർക്കറ്റ് റേറ്റ് എന്താണോ അതിന് താഴെ വെച്ചിട്ട് ക്വാളിറ്റി ഇല്ലാതെ വർക്ക് ചിലർ ചെയ്യുന്നത്. അതായത് ഞാൻ നമ്മളുടേതെന്ന് മാത്രമല്ല എല്ലാ പഠിച്ചിറങ്ങുന്ന സ്ഥാപനത്തിൽ നിന്നും ഉള്ള ആൾക്കാരുടെ കാര്യമായി പറയണേ. അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. ദെൻ ഈ അടുത്ത ടൈമിൽ വി റിക്രൂട്ടഡ് ലൈക്ക് 2-3 വെളിയിൽ നിന്നുള്ള ആൾക്കാർ. അപ്പോൾ ആ ടൈമിൽ എനിക്ക് തോന്നിയൊരു കാര്യം, ഞങ്ങളത് പിന്നീട് ഇത് എടുത്തില്ല, കാൻഡിഡേറ്റ്സിനെ എടുത്തില്ല. പക്ഷേ ആ ടൈമിൽ അവർ വെളിയിൽ നിന്ന് മറ്റെവിടെയോ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചത്, അവർക്കത് പ്രോപ്പറായിട്ട് അറിയില്ല. അപ്പോൾ ഒരിടത്തു നിന്ന് പഠിച്ച് ഈ പറഞ്ഞ പോലെ 3-4 ഡേയ്സിൽ പഠിച്ചിറങ്ങുന്നവരാണ്. വന്നു കഴിയുമ്പോൾ അവർക്കത് ഒരു സ്റ്റെപ്സ് പോലും അറിയില്ല എന്നുള്ളതും ഭയങ്കര ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യം. കാരണം ഇത്രയും എമൗണ്ട് കൊടുത്തൊരു ഒരാൾ പഠിച്ചിട്ട് അടുത്തൊരാടുത്ത് ഇൻ്റർവ്യൂവിന് വരുമ്പോൾ അവർക്കത് പ്രോപ്പറായിട്ട് ചെയ്യാൻ അറിയില്ല എന്നുള്ളത്. സോ ഇതൊക്കെ നമ്മളുടെ ഈ കറണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഈ ഒരു ബ്ലൂമിങ് സ്റ്റേജിനെ നശിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതായത് പ്രോപ്പർ അല്ലാതെ ക്ലാസ് എടുക്കുന്നത്, ദെൻ നമുക്കൊരു നമ്മളൊരു പരിധിക്ക് അപ്പുറത്തേക്ക് ഡ്രാഗ് ചെയ്ത് ഈ എന്താ പറയുക റേറ്റ് ഇത് ചെയ്ത് കൊടുക്കുന്നത്. കാരണം നമ്മൾ എല്ലാം ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളാണ്. സോ ഇറ്റ്സ് മച്ച് എക്സ്പെൻസീവ്. അപ്പോൾ ഇപ്പം നമുക്ക് ഡൽഹിയിൽ ഇപ്പം ഞങ്ങൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിൻ്റെ തന്നെ ചിലപ്പോൾ ഫസ്റ്റ് കോപ്പീസ് കിട്ടാം ഡൽഹിയിലും ഒക്കെ 250 rupees 300 rupees. അപ്പം വെൻ പീപ്പിൾ സ്റ്റക്ക് വിത്ത് ദാറ്റ് പ്രോഡക്റ്റ് അതിൽ ലേറ്റർ ഉണ്ടാവുന്നത് കുറേ കാലം കഴിയുമ്പോൾ ക്യാൻസർ വരെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ള പ്രോഡക്ട്സിന്. സോ FDA റെഗുലേഷൻ അണ്ടറിലല്ലാത്ത എന്ത് പ്രോഡക്റ്റുകളും ഇറ്റ് ഈസ് വെരി ഹാംഫുൾ ഫോർ ദ ഹെൽത്ത്. അത് ഇപ്പോൾ മനസ്സിലാവില്ല. ചിലപ്പം നിങ്ങൾ 500 രൂപയുടെ ലാഭത്തിന് വേണ്ടിയായിരിക്കാം അത് നമ്മൾ ആദ്യം നോക്കുന്നത്. ഈവൻ നമ്മളും എല്ലാവരും ആദ്യം നോക്കുന്നത് ആ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ സ്റ്റിക്ക് വിത്ത് ദാറ്റ് റൈറ്റ് പ്രോഡക്റ്റ് എന്നുള്ളതാണ് എപ്പോഴും. അപ്പോൾ ഇതൊരു ചലഞ്ച് തന്നെയാണ്. ഇപ്പം കറൻ്റ്ലി കണ്ടുവരുന്ന ചലഞ്ചസ് ഇതാണ്. ഈ ഒരു സെക്കൻഡ് ക്വാളിറ്റി പ്രോഡക്ട്സിൽ നമ്മൾ ഏറ്റവും കുറച്ച് കൊടുക്കുന്നത്, അങ്ങനത്തേതാണ് കൂടുതൽ ചലഞ്ചസ് ആയിട്ട്. എനിക്ക് ചലഞ്ചസ് എന്ന് പറയുമ്പോൾ ഇതെനിക്ക് പേഴ്സണലി എത്രത്തോളം എല്ലാവർക്കും ഇത് ഫീൽ ചെയ്യുന്നു എന്നറിയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് നമുക്ക് ക്ലയൻസ് ഉള്ളവർക്ക് അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് എന്നറിയുന്നവർക്ക് അവർ അത് എല്ലാ കാലത്തും നമ്മളെ തന്നെ ചൂസ് ചെയ്യാറുള്ളൂ. പക്ഷേ പുതിയതായിട്ട് വരുന്ന കുറേ ആൾക്കാരപ്പോൾ മിസ്ലീഡ് ആവും. അത് അങ്ങനെ ഒരു ചലഞ്ചസ് ഉണ്ട്. ഇപ്പൊ മാം നമുക്കറിയാം ഇപ്പൊ നെയിൽ എക്സ്റ്റൻഷൻസ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. അതെ. അപ്പൊ അതിപ്പോ വീട്ടിലിരുന്ന് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെയാ മാം, അത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ടോ? അതോ അതിനെന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ? അപ്പൊ അത് ചെയ്യുന്നതിൽ കുഴപ്പമില്ല, ഇന്നത് ശ്രദ്ധിച്ചാൽ മതി, അങ്ങനെയുണ്ടോ? ഇപ്പൊ കുറെ ബ്രാൻഡ്സിന്റെ കിട്ടുന്നുണ്ട്. പ്രസ്-ഓൺ നെയിൽസ് വന്നിട്ട് ഇതൊരു പരിധി വരെ നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിർത്താൻ പറ്റും. പക്ഷേ ഒരിക്കലും എക്സ്റ്റൻഷൻ പോലെ പെർമനൻ്റ് ഒരു സൊല്യൂഷൻ അല്ല അത്. ഞാൻ കൂടുതലും ആർട്ടിസ്റ്റ് പറയുന്നതാണ് കേട്ടിട്ടുള്ളത്. ഇപ്പോൾ ഇത് നമ്മൾ ഈ വെച്ച് കഴിഞ്ഞിട്ടില്ലേ കൺസേൺ ആയിട്ട്, അയ്യോ ഇതെപ്പോൾ പോവും എന്നുള്ള ആ ഒരു ടെൻഷൻ,
ഇതിനകത്ത് ആ ഒരു ടെൻഷൻ എപ്പോഴും പ്രസോൺസിന് ഉണ്ടാവും. മേ ബി ഉണ്ടാവാം, ചിലപ്പോൾ ഒരു 1 വീക്ക് വരെ നിൽക്കുന്ന പ്രസോൺസ് ഉണ്ടാവാം. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഒരു 3 ഡേയ്സിനപ്പുറത്തേക്ക് പ്രസോൺസ് നിൽക്കാറില്ല. ആൻഡ് മോർ ദാൻ ചില ആൾക്കാർ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ മാരേജിൻ്റെ സമയത്ത് ഏതെങ്കിലും ആ സിറ്റുവേഷൻ ആ അത്രയും വലിയൊരു നമ്മളുടെ മൊമെൻറ്റിലൊക്കെ അത് ഇളകി വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മളെപ്പോഴും ഇത് ബോധേഡായിരിക്കണം. നമ്മളൊരു സെറ്റ് ഓഫ് നെയിൽസ് നമ്മൾ അക്രൈലിക് വെച്ച് നമ്മൾ പല്ല് ഫിക്സ് ചെയ്യുന്ന പോലെ അക്രൈലിക്സ് വെച്ച് നെയിൽസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പെർമനൻ്റ് ആയിട്ട് നിൽക്കുന്ന കാര്യമാണല്ലോ. ഇത് നമ്മൾ പൊട്ടുമോ എന്നുള്ളതോ അങ്ങനത്തെ ഒരു ഭയം വേണ്ട. മറ്റേത് നമ്മൾ ഒട്ടിച്ച് വെക്കുമ്പം അതിനെപ്പോഴും ആ ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും. അതാണ്. ഇപ്പൊ മാം എങ്ങനെയാണ് മാമിന്റെ വർക്കിൽ ഇത്രയും മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്നത്? എങ്ങനെയാണ് ഇത് എല്ലാവരും നമ്മളോട് കുറേ ആൾക്കാർ പറയാറുണ്ടല്ലോ, ലൈക്ക് നമ്മൾ ഇത്രയും ഒരു ചെറിയ ടൈമിൽ കൊച്ചിയിൽ വന്ന് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുന്നത്, ഇത്രയും ഞാൻ തുടങ്ങിയ സമയത്ത് 4 പേരെ വെച്ച് സ്റ്റാർട്ട് ചെയ്തത്. നൗ 7 മാസം കഴിഞ്ഞപ്പോൾ നമ്മളതൊരു 12 പേരിലേക്ക് മാറി. അടുത്ത ഒരു ബ്രാൻഡ് ഇടാനുള്ള ഒരു കോൺഫിഡൻസ് ആയി. സോ ഇതൊക്കെ എന്നെ സെൽഫ് മോട്ടിവേറ്റഡ് ആവുന്നുണ്ട്. ദെയർ ആർ ഡേയ്സ് ലൈക്ക് ഡൗൺ ആവുന്ന ഡേയ്സും ഉണ്ട്. പക്ഷേ ഇപ്പോൾ ആസ്പർ നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇപ്പോൾ നമുക്ക് തരുന്ന മോട്ടിവേഷൻസ്, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഫ്രണ്ട്സ് തന്നെ ആണെങ്കിലും വളരെ മോട്ടിവേറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ലൈക്ക് അങ്ങനെയുള്ള ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം എപ്പോഴും നിനക്ക് പറ്റും, ഇപ്പം നമുക്കൊരു ഡൗൺ ആകുമ്പോൾ വിളിച്ച് കഴിഞ്ഞാൽ നിന്നെക്കൊണ്ട് പറ്റും, അല്ലെങ്കിൽ ഇത് അങ്ങനെയല്ല, ഇതിങ്ങനെയാണ്, നിനക്ക് ഇത്രയും പറ്റിയില്ലേ, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് പേരുണ്ട് ഫ്രണ്ട്സ്. അങ്ങനെ ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഈ നെയിൽ ആർട്സ് ഭയങ്കരമായിട്ട് പോപ്പുലാരിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാമിന് എന്ത് തോന്നുന്നു? കാരണം മാം തുടങ്ങിയ സമയത്ത് നിന്ന് ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട്. അതിനെ പറ്റിയിട്ട് മാമിന് എന്താ പറയുക? സോ ഇപ്പോൾ ഇങ്ങനെ ഒരു ബഡിങ് സ്റ്റേജിൽ നിന്ന് അടുത്ത ഒരു ലെവലിലേക്ക് എത്തി. ഇനിഷ്യലി ഒക്കെ ഇതൊരു മൊണോപ്പൊളി ആയിരുന്നു. ലൈക്ക് നമുക്കൊരു വലിയൊരു കോമ്പറ്റീറ്റിംഗ് അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നില്ല. ഇപ്പം ഒരുപാട് പേർക്ക് ഈ പറഞ്ഞ പോലെ പാർലർ വൈസ് ആണെങ്കിലും ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ചലഞ്ചസ് വരുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ചലഞ്ചസ് ഈ പറഞ്ഞ പോലെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു കാര്യം വരുന്ന ടൈമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ പുതിയതായിട്ട് വരുന്ന ആൾക്കാരുടെ അടുത്തും നമ്മൾ എന്താണ് എന്നുള്ളത്, ബ്രാൻഡിങ് എന്താണ്, അല്ലെങ്കിൽ എന്താണ് പ്രോഡക്ട്സ്, ഇതിനെപ്പറ്റിയൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സസ് അല്ലെങ്കിൽ നമുക്കത് പറയാം. പിന്നെ ഓവർ ടൈം ഇവരിത് മനസ്സിലാക്കും. അപ്പം അങ്ങനത്തത്. പിന്നെ പുതിയതായിട്ട് ഈ വരുന്ന ചലഞ്ചസ്, ഈ കുട്ടികൾ പുതിയതായിട്ട് വരുന്ന ആൾക്കാർ വരുന്നിടത്ത് അവർ ഇപ്പം ഞാൻ വിശ്വസിക്കുന്നത് നമ്മളിനി എത്ര നമ്മൾ ഈ പ്രോഡക്ട്സ് ഇതിപ്പം ഒരു ഇൻകമായിട്ട് കണ്ടിട്ട് ഒരാളിത് സ്റ്റാർട്ട് ചെയ്താൽ ഐ ഡോണ്ട് നോ ഹൗ ഫാർ ദേ ക്യാൻ ടേക്ക് ദിസ് എന്നുള്ളത്. സോ ഐ ഹാവ് സീൻ എ ലോട്ട് ഓഫ് പീപ്പിൾ ലൈക്ക് വന്നു പോയി ഇതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ പ്രോഡക്റ്റിനെ പറ്റി വേസ്റ്റ് ആയിട്ടുള്ള നോളജും വർക്കിനെ പറ്റിയിട്ടുള്ളതും നമുക്കൊരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ വി ക്യാൻ സ്റ്റിക്ക് വിത്ത് ദിസ്. അതാണ് ഐ ബിലീവ് ഇൻ ദാറ്റ്. ഇപ്പോൾ മാമിന് ഏറ്റവും ഇഷ്ടമുള്ള നെയിൽ ആർട്ട് ടെക്നിക്ക് എന്തായിരിക്കും? അങ്ങനെ പ്രത്യേകിച്ച് ഒരെണ്ണം എന്ന് പറയാനില്ല, എല്ലാം എനിക്കിഷ്ടമാണ്. ലൈക്ക് ഐ ലൈക്ക് ദിസ് ഫ്ലോറൽ പാറ്റേൺസ്. എനിക്ക് വളരെ ഇഷ്ടമാണ് ലീഫ് ആൻഡ് ഫ്ലോറൽ പാറ്റേൺസ്. അപ്പോൾ കൂടുതലും ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ആൻഡ് ഐ ലൈക്ക് സറ്റിൽ ഷെയ്ഡ്സ് മോർ. അതും ഞാൻ പ്രിഫർ ചെയ്യുന്നത് കൂടുതലും സറ്റിൽ ഷെയ്ഡ്സ് ആണ്. അങ്ങനെ ഭയങ്കര ഫേവറേറ്റ് എന്ന് പറയാൻ പറ്റില്ല, എല്ലാം ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഈ ഒരു ഫ്ലോറൽസും പാറ്റേൺസും ഇങ്ങനെയുള്ളതാണ്. ഇപ്പം നമ്മുടെ ഈ കേരള ഹെറിറ്റേജ് എങ്ങനെയാണ് നമ്മുടെ ഒരു നെയിൽ ആർട്ടിസ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്? ഓണം അല്ലെങ്കിൽ ലൈക്ക് വിഷു, ഇതൊക്കെ നമ്മളുടെ പേഴ്സണൽ ഇതാണല്ലോ. അപ്പം ഇങ്ങനെയുള്ള സമയത്ത് വി യൂസ് ടു ഡു ദിസ് തീം ഡാൻസ്, ലൈക്ക് എന്താ പറയുക, തീം ബേസ്ഡ് ആയിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങൾ. നമ്മൾ കഴിഞ്ഞ തവണ വിഷു സ്പെഷ്യൽ കൊണ്ടുവന്നിരുന്നു. ഈ വിഷുവിൻ്റെ 3D അബ്സ്ട്രാക്ട്സ് നെയിൽസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ദെൻ അതുപോലെ ഓണത്തിൻ്റെ ടൈമിൽ ചിലർ സദ്യ വരെയും കൈകളിൽ ചെയ്യുന്നവരുണ്ട്. സോ അങ്ങനെ അങ്ങനെ ഇപ്പോൾ കേരളത്തിലെ നമ്മളുടെ കസവ് ആ സ്റ്റൈല് ചെയ്യുന്നുണ്ട്. കസവാണ് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന ട്രെൻഡാണ് കസവ്. അതായത് പേളും ഗോൾഡനും കൂടെ ഉള്ള കോമ്പിനേഷനിൽ ആ കസവ് ഒരുപാട് പേര് റീക്രിയേറ്റ് ചെയ്തും കണ്ടു. കൊച്ചിയിൽ തന്നെയുള്ള ബാക്കി ആർട്ടിസ്റ്റ്, കുറേ സലൂൺസ്. ആൻഡ് ഐ ഫീൽ ഹാപ്പി ദാറ്റ് ഓക്കെ നമ്മൾ കൊണ്ടുവന്ന ഒരു സാധനം എല്ലാവരും കണ്ട് അവരത് ഇൻസ്പയർഡായി അത് റീക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നമുക്കൊരു ഹാപ്പിനെസ് തരും. സോ അങ്ങനെ ഈ ഹെറിറ്റേജുമായിട്ട് ഇത് ചെയ്ത് കിടക്കുന്ന ഈ നമ്മളുടെ എന്താ പറയുക സെലിബ്രേഷൻസ് ആണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കേരളത്തിലെ അല്ലാതെ മറ്റ് റീജിയനിൽ നിന്ന് എങ്ങനെയാണ് ഈ ഒരു നെയിൽ ആർട്ട് ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നത്? മറ്റ് കൺട്രീസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇത് ഇവിടെ എന്ന് പറയുന്നത് ഇവിടുത്തെ ടൈം, അതായത്
നമ്മളിപ്പോൾ ഒരു 30 ഡേയ്സ് പറയുക അല്ലെങ്കിൽ ഒരു 60 ഡേയ്സ് പറയുമ്പോൾ കൂടുതൽ ആൾക്കാരും ആ ടൈമാണ് നോക്കുന്നത്. ഇത് റീഫില്ല് ചെയ്യാനായിട്ട് പ്രോപ്പറായിട്ട് വരണം. ഇപ്പം അതർ ഫോറിൻ കൺട്രീസിൽ ഇത് 2 വീക്സ് കൂടുമ്പോൾ മാറും. ഐ ഡോണ്ട് പ്രിഫർ ടു ഡു എന്താ പറയുക, ആ ഒരു ടൈം ബീങ് നിങ്ങൾ ഇത്രയും ഒരു 2 വീക്സ് കൊണ്ട് എപ്പോഴും മാറണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സ്റ്റിൽ നമ്മൾ ഈ 2 വീക്സ് അല്ലെങ്കിൽ ഒരു 3 വീക്സ് 4 വീക്സ് കൂടുമ്പം നമ്മൾ വന്ന് എയ്തർ റിമൂവ് ചെയ്യുമോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഇത് റീഫില്ല് ചെയ്ത് കൊടുക്കുകയോ ചെയ്യുക. അപ്പോൾ അതൊരു ഡിഫറൻസ് ആണ്. ദെൻ കൾച്ചറലി ഒരു ഷിഫ്റ്റ് ഉണ്ട് ഇതിന്. അതായത് അവരുടെ കളർ പ്രിഫറൻസ്, അവരുടെ നെയിൽസിൻ്റെ ഷേപ്സ്, ഈവൻ ദ ലെങ്ത്, ഇതൊക്കെ നമ്മളുടെ കൾച്ചറുമായിട്ട് ഡിഫറെൻ്റ് ആണ്. ഇവിടെ കൊച്ചിയിൽ വരുന്ന ടൈമിൽ ഞങ്ങൾ ഒരുപാട് പേർക്ക്, അതായത് എനിക്ക് തോന്നുന്നു ഒരു മോർ ദാൻ 120 ഫോറിൻ ക്ലയൻസിന് വർക്ക് ചെയ്തിട്ടുണ്ട്. ചിലർ ഇവിടെ വന്ന് ഓൺസൈറ്റ് പ്രോജക്റ്റുമായിട്ട് ഇവിടെ വന്നവർ, ചിലർ ഇന്ത്യ കാണാൻ വന്നവർ, ഇതിൽ കൊച്ചിയിൽ വന്നേക്കുന്നവർ. അപ്പോൾ ഇവരൊക്കെ ചിലപ്പോൾ ഫോർട്ട് കൊച്ചിയൊക്കെ ആയിരിക്കും സ്റ്റേ ചെയ്യുന്നത്. അവരവിടുന്ന് നമ്മളുടെ റിവ്യൂസ് നോക്കിയും നമ്മളുടെ അങ്ങനെ വരുന്നവരുണ്ട്. അപ്പോൾ ഈ കൂടുതൽ ആൾക്കാരും ഗൂഗിൾ റിവ്യൂസ് നോക്കിയിട്ടാണ് വരുന്നത്. അപ്പോൾ അവർ വരുന്ന ടൈമിലും അവർ പറയുന്നത് അവിടുത്തെ അതേ ഒരു ഇത് ക്ലയൻസ് ഞാൻ കേട്ടിട്ടുള്ളതാണ്, അവിടുത്തെ അവരുടെ സ്റ്റൈൽ ഓഫ് വർക്ക് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ അവർ പറയുന്ന പ്രിഫറൻസ് ഈ നമ്മൾക്ക് ഇവിടെ ഒരു പരിധി വരെ ഏറ്റവും കൂടുതൽ ഫ്രഞ്ചസ്, അതായത് ഈ അറ്റത്ത് വൈറ്റ് വരുന്നത്, അങ്ങനെയുള്ള കുറേ 2 കളേഴ്സ് മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ വരയ്ക്കുന്നത്, ഇതൊക്കെയാണ് വരുന്നത്. ഇവർ 3D അബ്സ്ട്രാക്ട്സ്, ഇവർ എൻക്യാപ്സുലേഷൻസ്, ഇങ്ങനെയുള്ള ഫോറിൻ കുറേ മെത്തേഡ്സ് അങ്ങനെ വരുന്നുണ്ട്. അപ്പം അത് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത് നമുക്കൊരു ഭയങ്കര ബെനിഫിറ്റായിട്ട് കാണുന്നുണ്ട്. അപ്പം അവരുടെ ഒരു വർക്ക് പ്രിഫറൻസും നമ്മുടെ കേരളത്തിൻ്റെ വർക്ക് പ്രിഫറൻസും ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. അതാണ്. അപ്പോൾ മാമിന് ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്, അച്ചീവ്മെൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്, അതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറയുമോ? സോ ഒരുപാട് അവാർഡ്സ് വാങ്ങിച്ചിട്ടില്ല, കുറച്ച്. അതായത് ഞാൻ 2019 ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിലുണ്ട്, ഒരുപാട് അവാർഡ്സിനേക്കാളും വലിയ അവാർഡ് തന്നെയല്ലോ മാം. ഓക്കെ, സോ ഗ്രാൻഡ് മാസ്റ്ററിലുണ്ടായിരുന്നു, ദെൻ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിലുണ്ടായിരുന്നു, ദെൻ വന്നിട്ട് ആമസോൺ ട്രൈബ്, അതായത് നൈക്കയുടെ ആമസോൺ ട്രൈബിൻ്റെ 2019 അവർ നടത്തിയിരുന്ന കണ്ടസ്റ്റൻറ്റ് വിന്നറാണ്. ദെൻ ജാക്കുലിൻ യുഎസിൻ്റെ ഒരു ഇൻ്റർനാഷണൽ പെയിൻറ്റിങ് കോമ്പറ്റീഷനിലെ നാഷണൽ പെയിൻറ്റ് ഡേ വിന്നറാണ്. അങ്ങനെ കുറച്ച് മാമിപ്പോൾ പറഞ്ഞപ്പോൾ അധികം ഇല്ല, ഇതിപ്പോൾ അധികം ആണോന്നിപ്പോൾ മാമിന് മനസ്സിലായത്. കാരണം നമുക്ക് ഇതുപോലെ റെക്കോർഡ് കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇതാണല്ലോ ആ ടൈമിൽ. പക്ഷേ എനിക്ക് എൻ്റെ ഒരു സെൽഫ് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നീ പറഞ്ഞ പോലെ ഒരു നമ്മൾ ഈ ഇപ്പോൾ അന്ന് കുറച്ച് മുമ്പേ സംസാരിച്ച പോലെ ഒരു നമ്മളുടെ ഒരു ക്രിയേറ്റീവ് ബ്ലോക്കില്ലേ, നമ്മളിതൊരു ബിസിനസ് ആകുമ്പോഴത്തേക്ക് ദറ്റ് ബ്ലോക്ക് വിൽ ബി ദെയർ. ലൈക്ക് ഇനിഷ്യലി എനിക്ക് തോന്നുന്നു ഇപ്പം ഇന്ത്യൻ എക്സ്പ്രസ് ആണെങ്കിലും ഹിന്ദു, മലയാള മനോരമ എല്ലാം ഓൾമോസ്റ്റ് എല്ലാ ചാനൽസിലും ന്യൂസിലും തെലുഗു ന്യൂസ് പേപ്പേഴ്സിലും ഒക്കെ വന്നിട്ടുണ്ട് അന്നത്തെ തവണ ഈ അവാർഡ്സ് കിട്ടിയ സമയത്തൊക്കെ, ഈ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേടിയ സമയത്ത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ബിസിനസ് ആയതിനു ശേഷം എല്ലാം പെയ്ഡാണ് വരുന്നത്. അപ്പം അതിനെനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ലൈക്ക് ബിക്കോസ് ഐ ഡോണ്ട് ബിലീവ് ദാറ്റ് പേ ചെയ്ത് എന്തെങ്കിലും അച്ചീവ് ചെയ്യുന്നതായിട്ട് ഓക്കെ, ഇറ്റ്സ് എ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, ബട്ട് സ്റ്റിൽ ഐ ഡോണ്ട് ബിലീവ് ഇൻ സച്ച് തിങ്സ്. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നില്ല. ഇപ്പം ആസ് ഫാർ നമ്മൾ അന്ന് ചെയ്തിരുന്ന അച്ചീവ്മെൻറ്റ്സ് ഒക്കെ സ്റ്റുഡിയോസിലുണ്ട്, പക്ഷേ ഈ കഴിഞ്ഞ 3 വർഷമായിട്ട് ഐ ഡോണ്ട് അച്ചീവ് എനിത്തിങ്. സോ കുറച്ച് ഓൾഡായത്, അതിന് കുറച്ച് പഴയ അവാർഡ്സും കാര്യങ്ങളായി പറയുന്നത്. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഞാനായിട്ടൊന്നും ഇനിഷ്യേറ്റീവ് എടുത്തിട്ടില്ല. ആൻഡ് മോർ ദാൻ ഐ ഡോണ്ട് ഹാവ് ടൈം. അതും ഒരു കാര്യമാണ്. അതെല്ലാം ഇതിന് ഇനി വേണം എന്തെങ്കിലും ഈ വർഷം എന്തെങ്കിലും ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. ഇനിയുള്ള പുതിയ ട്രെൻഡ്സിനെയൊക്കെ പറ്റിയിട്ടൊന്ന് പറയാൻ പറ്റുമോ ഈ നെയിൽ ആർട്ടിലെ? ഷുവർ. ഇപ്പോൾ വരുന്ന ട്രെൻഡ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ കൂടുതൽ ആൾക്കാരും ഫോറിൻ, അങ്ങനെ ഇപ്പോൾ അറിയാലോ, ഇപ്പം പഴയ പോലെയല്ല, എല്ലാവരും ഫോറിൻ ട്രിപ്സും കാര്യങ്ങളൊക്കെ പോകുന്നു. സോ ഇവർ വന്നിട്ട് പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള നിയോൺ സ്വേൾസ് ചെയ്യാറുണ്ട്. ദെൻ വന്നിട്ട് അപ്കമിങ് ട്രെൻഡ്സ് ഒരുപാട്, അതായത് ഇപ്പോൾ റിവേഴ്സ് ഫ്രഞ്ച് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ പുതിയ മെത്തേഡ്സ് വരുന്നുണ്ട്. ഇതെല്ലാം പിന്നെ ഈ പറഞ്ഞില്ലേ, കൂടുതൽ ആൾക്കാരും ദേ സ്റ്റിക്ക് വിത്ത് ദ ഓൾഡ് മെത്തേഡ്സ്. ഇവിടെ അങ്ങനെയാണ്. പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഉള്ള ഒരു ഡിഫറൻസ്, ഞാൻ കൊച്ചിയിൽ വന്ന ടൈമിൽ ഐ വാസ് വെരി സാഡ്. കാരണം എൻ്റെ ഒരു ഫോളോയിങ് പാറ്റേൺ ഉണ്ടല്ലോ, നമ്മൾ ഒരു ഡിസൈൻ ചെയ്യുന്ന പാറ്റേൺ അല്ലെങ്കിൽ കളർ പ്രിഫറൻസ്, ഇതൊന്നും ആരും ചൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും ഒരേ കളർ, പിങ്ക് അല്ലെങ്കിൽ വൈറ്റ്, ഈ ഒരു കളർ മാത്രമാണ് പ്രിഫർ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നു ഞങ്ങൾ വന്നതിന് ശേഷം ആർട്ട് എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതും അത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു
നമ്മളുടെ ഇവിടുത്തെ സ്റ്റുഡിയോസിൽ മാത്രം ഞാൻ കണ്ടുവന്നൊരു കാര്യമാണ് ഡിസൈനിങ് എന്നുള്ളത്. ആൾക്കാരിപ്പോൾ വന്നാൽ എന്തെങ്കിലും ഒന്ന് നമ്മളുടെ ഒരു ടച്ചിൽ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ക്ലയൻസ് വരുന്ന സമയത്ത് മാം പറയൂ പുതിയ ട്രെൻഡ്സ് ഇങ്ങനെയാണ്, അപ്പോൾ അതുപോലെ ചെയ്യണം അങ്ങനെ ചോദിക്കാറുണ്ട്. അത് മോർ ദാൻ ഇവര് ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാറുണ്ട്. കൂടുതൽ ആൾക്കാരും കൈ ഒന്ന് കാണിക്കാമോ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ കാലിലേക്ക് നോക്കും, നമ്മുടെ സ്റ്റാഫിൻ്റെ കയ്യിലും കാലിലും നോക്കും. അങ്ങനെ കൂടുതൽ ആൾക്കാരും അത് കാണുമ്പോൾ തന്നെ എന്നാൽ എനിക്കിത് മതി എന്ന് പറയുന്നവരുണ്ട്. ആൻഡ് ചില ആൾക്കാർ പർട്ടിക്കുലറായിട്ട് ഇപ്പോൾ പറഞ്ഞില്ലേ പിൻട്രസ്റ്റ് അല്ലെങ്കിൽ ഗൂഗിൾ എവിടെ നിന്നൊക്കെ കൊണ്ടുവരാറുണ്ട്. അങ്ങനെയും ചെയ്യാറുണ്ട്. ഇപ്പൊ ഞാൻ മാമിനോട് ചോദിക്കട്ടെ, മാം എഞ്ചിനീയറിംഗ് ക്വിറ്റ് ചെയ്തിട്ടാണ് ഇതിലേക്ക് വന്നത്. ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മാമിന് ഇപ്പം എന്താണ് ഫീൽ ചെയ്യുന്നത്? ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ഡിസിഷൻ ദാറ്റ് ഐ ഹവ് എവർ ടേക്കൺ എന്നാണ് തോന്നുന്നത്. കാരണം നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. മോർ ദാൻ ദിസ് റെസ്പെക്റ്റ്. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മളൊരു കമ്പനിയിൽ ഇരുന്നിട്ട് അവിടെ ഒരു 100 പേരിൽ ഒരാളായിട്ട് ഇരിക്കുന്നതിൽ എന്തുകൊണ്ടും നമ്മൾ ഒറ്റയ്ക്ക് നമുക്ക് പറ്റി ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റി. ആൻഡ് മോർ ദാൻ ഇപ്പോൾ നമുക്ക് കൊച്ചിയിലേക്ക് ഇപ്പം ഞാൻ എൻ്റെ ഇൻസ്റ്റ ആണെങ്കിലും സോഷ്യൽ മീഡിയാസിൽ ഞാൻ എൻ്റെ ബ്രാൻഡിങ് എന്നുള്ള നെയിമേ അറിയുള്ളൂ, രാഖി എന്നുള്ളത്. ചിലയിടങ്ങളിൽ പോകുമ്പം ചിലപ്പോൾ സംടൈംസ് എൻ്റെ ഫേസ് കാണാറുണ്ട് ചില റീൽസിലൊക്കെ. അപ്പം ഇങ്ങനത്തെ ഒരു കാണുന്ന ടൈമിൽ ചില പർട്ടിക്കുലർ ഇടത്തിൽ വരുമ്പോൾ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടുത്തെ ആളാണോ എന്ന് പറയുന്നത് ദാറ്റ് ഗേവ്സ് മീ ദാറ്റ് എന്താ പറയുക എനിക്കൊരു സന്തോഷമാണ്. ഓക്കെ ഇവർക്ക് ആളാരാന്ന് അറിയില്ല, പക്ഷേ ബ്രാൻഡ് എന്താണെന്നറിയാം. അതാണ് ഇമ്പോർട്ടൻ്റ്. ആളിനെക്കാട്ടി കൂടുതൽ ബ്രാൻഡിങ് അറിയുക എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇത്രയും ഓൾ ഓവർ കേരള അല്ലെങ്കിൽ തമിഴ്നാട് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ നമ്മൾ കോൾസ് വരാറുണ്ട്. അപ്പം അത് കാണുമ്പോൾ ഐ ഫീൽ റിയലി ഹാപ്പി. ആൻഡ് മോർ ദാൻ എനിക്ക് തോന്നുന്നു നമ്മൾ കൂടുതൽ ചെയ്യുന്നത് കേരളത്തിനകത്തുള്ള ആൾക്കാരല്ല, അത് പറയാതിരിക്കാൻ പറ്റില്ല. കാനഡ, UK, US ഇവിടുന്ന് വരുന്ന മലയാളീസാണ് എൻ്റെ കൂടുതൽ ക്ലയൻസ്. അവരവിടുന്ന് വിളിച്ച് ബുക്ക് ചെയ്യും. ചേച്ചി എൻ്റെ കല്യാണമാണ്, ഇന്ന തീയതിയിലാണ്, എനിക്ക് ബുക്കിംഗ് വേണം എന്ന് പറഞ്ഞ് ബുക്കിംഗ് ചെയ്തിട്ടാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. അതെനിക്ക് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്ന ഒരു കാര്യം. കാരണം ഇത്രയും ഒരു കൺട്രി എവിടെയോ ഇരുന്ന് നമ്മളെ അത് റെക്കഗ്നൈസ് ചെയ്ത് ഇല്ലെങ്കിൽ ഇവിടുന്ന് പോകുന്ന ആൾക്കാർ അടുത്ത വർഷം വരുന്നുണ്ട്. അതും എനിക്ക് എൻ്റെ ഫ്ലാറ്റിൽ വരുന്ന എല്ലാ ക്ലയൻസും എനിക്ക് തിരിച്ച് എൻ്റെ സ്റ്റുഡിയോയിൽ വന്ന് ചേച്ചി ഞാൻ കഴിഞ്ഞ ഇയറിൽ വന്നതാണ്, അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റ് ചെയ്തിട്ട് പോയിട്ട് അവരുടെ സിസ്റ്റർ വന്ന് ചെയ്യുന്നു. അതൊക്കെ നമുക്കൊരു അപ്രിസിയേഷനാണ്, നമ്മുടെ ബ്രാൻഡിനെ റെക്കഗ്നൈസ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ എന്തായാലും മാം താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം മാമിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മളോട് ഷെയർ ചെയ്തതിന്. അപ്പോൾ നമ്മുടെ ദി വൺ ആൻഡ് ഓൺലി ഷീ പ്രേക്ഷകരോട് മാമിന് എന്താ പറയാനുള്ളത്? സോ എനിക്ക് പറയാനുള്ളത് ലൈക്ക് ഇപ്പോൾ നമ്മളൊരു സ്ട്രോങ് ആയിട്ടൊരു കാര്യത്തിൽ ഡിറ്റർമിൻഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ എന്ത് കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ പറ്റും. സോ ദർ ഈസ് നത്തിങ് കാൾ ദിസ് ടേം ഇമ്പോസിബിൾ. അതാണ് എനിക്ക് പറയാനുള്ളത്. സോ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, നമ്മളുടെ എന്താണോ ഗോൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുക. സോ യു ക്യാൻ അച്ചീവ് ഫോർ ഷുവർ വൺ ഡേ. ഓക്കെ മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം മറ്റൊരു സ്പെഷ്യൽ ഗസ്റ്റുമായിട്ട് കാണാം. ചിൽഡ്രൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം പവിത്ര.